താനൊരു ഇൻഡിപെൻഡന്റ് വുമൺ ആണെന്നുള്ളത് എനിക്ക് മാട്രിമോണി സൈറ്റ് നോക്കിയപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാലും കുട്ടിക്ക് ജോലിക്കൊക്കെ പോവാട്ടോ. സന്ധ്യക്ക് വിളക്കത്തിക്കുന്നതിന് മുമ്പ് തിരിച്ച് വീട്ടിലെത്തിയാൽ മതി. എനിക്ക് ഒരു കാര്യം കൂടെ അറിയണം, എന്തൊക്കെയാ കുട്ടിയുടെ ഹോബീസ്? ഞാൻ സിനിമകൾ കുറെ കാണും, പിന്നെ ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് സോളോ. ഈ സോളോ എന്ന് പറയുമ്പം ഓ, ഈ സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞല്ലോ, അത് എറണാകുളം വരെ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടോ? ലാസ്റ്റ് മന്ത് ഹിമാലയം പോയി വന്നേ ഉള്ളൂ. ഹിമാലയോ? അതെ. ഒറ്റയ്ക്കോ? കല്യാണം കഴിഞ്ഞാലും കുട്ടിക്ക് ട്രിപ്പൊക്കെ പോവാട്ടോ. ഈ രാവിലെ പോയി സന്ധ്യക്ക് വിളക്കത്തിക്കുന്നതിന് മുമ്പ് തിരിച്ച് വീട്ടിലെത്താൻ പറ്റിയ സ്ഥലങ്ങളുണ്ടാവല്ലോ, ഈ മൂന്നാറോ വണ്ടർലയോ, അവിടെയൊക്കെ പോവാട്ടോ. അല്ലാതെ ഈ ഹിമാലയൻ കാശ്മീർ നമുക്ക് വേണ്ട, അവിടെയൊക്കെ ഭയങ്കര തണുപ്പല്ലേ. എനിക്ക് തന്നെ സമ്മതം വേണം. എന്തോ? അല്ല, കഴിഞ്ഞോന്ന്. എന്ത് കഴിഞ്ഞോന്ന്? ഇന്റർവ്യൂ. അല്ല, ഈ കല്യാണത്തിന് മുമ്പേ ഇതൊക്കെ ചോദിച്ചറിഞ്ഞാ പിന്നെ കല്യാണത്തിന് ശേഷം വെറുതെ നമ്മൾ സമയം കളയണ്ടല്ലോ. അപ്പൊ ഇനി എന്തെങ്കിലും കൂടെ ചോദിച്ചോ. ആ, ഈ സിനിമയ്ക്ക് പോകുന്ന നേരത്തെ പറഞ്ഞില്ലേ, അതെങ്ങനെ തിയേറ്ററിൽ പോയി സിനിമ ആണോ അതോ അല്ലെങ്കിലും അതും സോളോ ആയിട്ട് ടിവിയിൽ അങ്ങനെയാണോ? ഹേ, മിക്ക സിനിമകളും ഞാൻ ഫസ്റ്റ് ഷോ ഫാൻസിനൊപ്പം കാണുന്നത് പ്രത്യേകിച്ച് ഒരു ഹൈ അല്ലേ. അയ്യോ, ആവേശം. ഓഹോ. കുട്ടിക്കൊരു കാര്യം അറിയോ, എന്റെ അമ്മ അവസാനമായിട്ട് തിയേറ്ററിൽ പോയൊരു സിനിമ കണ്ടത് കഴിഞ്ഞ നൂറ്റാണ്ടിലാവും. അതുകൊണ്ട് അല്ല, എനിക്കറിയാം കാലം മാറി, അന്നത്തെ പെൺകുട്ടികളല്ല ഇന്നത്തെ പെൺകുട്ടികള്. ഞാനൊരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആളുമാണല്ലോ. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ ഒരു 2-3 മാസം കൂടുമ്പൊക്കെ കുട്ടീനെ ഞാൻ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോവാ, അതിലൊന്നും എനിക്ക് എതിർപ്പില്ല കേട്ടോ. അല്ലാതെ ഈ ഫസ്റ്റ് ഷോ അത് വേണ്ട. ഇതൊക്കെ കല്യാണം കഴിഞ്ഞല്ലേ? അതെ. ഇനി കല്യാണം കഴിഞ്ഞു തന്നെ ഇരിക്കട്ടെ, എനിക്കിതൊക്കെ ചെയ്യാൻ തന്നെ സമ്മതം വേണോ? വേണോ? എന്റെ അച്ഛന് ഇഷ്ടമില്ലാത്തൊന്നും എന്റെ അമ്മ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് വേറെ റിലേഷൻഷിപ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് പണ്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, കുറച്ചു കാലം കഴിഞ്ഞപ്പം ആ കുട്ടീനെ തേച്ചിട്ട് പോയി. ഹരിയല്ലേ? അതെ. ഹരിക്കൊരു കാര്യം അറിയോ? എന്താ? ആ കുട്ടി തന്നെ തേച്ചിട്ട് പോയതല്ല, പിന്നെ ആ കുട്ടി ഓടി രക്ഷപ്പെട്ടതാ. ഇവിടെ ഇതുപോലത്തെ ആൾക്കാര് സ്റ്റിൽ ഇപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ടല്ലേ. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും ആ പഴയ ഇതിൽ നിൽക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റോടെ. കാരണം പെണ്ണുങ്ങൾ വീട്ടിനകത്ത് തന്നെ ഇരിക്കണം, 6 മണിക്കകത്ത് വീട്ടിനകത്ത് കയറണം, വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലുള്ള ആൾക്കാര് സ്റ്റിൽ ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടിലുണ്ടല്ലേ. ഫോട്ടോ കണ്ടപ്പോ നല്ല താടി ഉണ്ടായിരുന്നല്ലോ. അല്ല, അത് മുന്നേ കുറച്ച് ഫോർമൽ ലുക്കിലൊക്കെ കുറച്ച് വൃത്തിയായിട്ടൊക്കെ വരാൻ നല്ല വൃത്തിയുണ്ട് ആണല്ലേ. സ്റ്റാനിക്ക് മുന്നേ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലേ? നല്ല ഫ്രഷ് ചോദ്യം ഉണ്ടായിരുന്നു, കോളേജിൽ പഠിക്കുന്നതേ ഉണ്ടായിരുന്നു. പിന്നെന്തുറ്റി? പോയി കല്യാണമൊക്കെ കഴിച്ച്. തനിക്കൊന്നും ഉണ്ടായില്ലേ? ആ, എനിക്ക് കുറച്ചാള് മുന്നേ വരെ ഉണ്ടായിരുന്നു, പിന്നെ അവനായിട്ട് അതങ്ങോട്ട് വേണ്ടാന്ന് വെച്ചു. എന്തു പറ്റി? എന്നോട് എത്ര നാളായി ജോബി ഞാൻ നിർത്താൻ പറയുന്നേ? പറ്റണ്ടത് ശ്രമിച്ചാ പറ്റുകയൊക്കെ ചെയ്യും. എനിക്ക് പറ്റണില്ല, നിന്റെ കാര്യം നോക്കി പോയേ. മരിക്കുന്നതിന്റെ പേരില്ല. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് സ്മോക്കിംഗ്. ഈ പാർട്ട്ണറിന് വാല്യൂ കൊടുക്കാന്നൊരു സംഭവമില്ലേ? അതിപ്പോ അയാൾക്കും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവൂലേ? ഉണ്ട്. ഞാൻ അയാളുടെ ഒരു ഇഷ്ടത്തിൽ ഇടപെടാൻ പോയിട്ടില്ല. പക്ഷെ ആർക്കും ഒരു ഗുണമില്ലാത്തൊരു കാര്യം നിർത്താൻ പറയുന്നതിൽ ഇത്ര തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിപ്പോ എത്ര ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും. ലെമിറ്റ്ലിയോ, താൻ തന്റെ റിലേഷൻഷിപ്പിലായിരുന്നപ്പോ തനിക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും അവക്കൊണ്ട് ചെയ്തിട്ടില്ലേ? ആ, ഞാനും ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ബ്ലൂ കളർ ഒട്ടും ഇഷ്ടമല്ല. അവനാണെങ്കിൽ ബ്ലൂ കളർ ഡ്രസ്സിൽ തന്നെ കാണാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ എത്ര ബ്ലൂ കളർ ഡ്രസ്സാണ് വാങ്ങിക്കൂട്ടിയെന്നറിയോ? സാമ്പിളിന് ശരിയാ. എനിക്ക് ആക്ച്വലി ഷർട്ട് ഇടാനാണ് ഇഷ്ടം, പക്ഷെ അവൾക്കാണെങ്കിൽ ടീഷർട്ട്. ഞാൻ എത്ര ടീഷർട്ടാ വാങ്ങിച്ചു കൂട്ടി. അത് തന്നെ, താൻ തന്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ വരെ അവക്കൊണ്ട് മാറ്റാൻ നോക്കിയില്ലേ? അത് എൻജോയ് ചെയ്തിട്ടില്ലേ? അത്രേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വരെ നമ്മൾ മാറ്റാൻ റെഡിയാ. പിന്നെ ഒരു ഗുണമില്ലാത്തൊരു കാര്യം മാറ്റാൻ പറയുന്നതിലും എന്താ തെറ്റ്? ഞാൻ അത്രയൊന്നും ചിന്തിക്കാതില്ല. വലിക്കോ? വലിക്കാറുന്നില്ല. എന്നാ വാ പോവാ. അല്ല, അപ്പൊ നമ്മുടെ കാര്യം എങ്ങനെ? ഇപ്പൊ കണ്ടല്ലേ ഉള്ളൂ, ആലോചിക്കാം. ഓക്കെ. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവർ പറയുന്ന പല കാര്യങ്ങളും
നമ്മൾ അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ ആ ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടാവില്ല. അതാണ് അതിന്റെ ഒരു സത്യം.